ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. 2024 ലാസ്റ്റ് ഡേ ആണ് ഇന്ന്, December 31st, 2024. നമ്മള് ന്യൂ ഇയറിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രസ്റ്റീജ് ഫാമിലിന്റെ കൂടെ ഒരു സ്റ്റേക്കേഷന് പോവുകയാണ്. ലാസ്റ്റ് 2-3 കൊല്ലമായിട്ട് നമ്മളിത് ചെയ്യുന്നുണ്ടെങ്കിലും ഇക്കൊല്ലാണ് എല്ലാവരും കൂടി വരുന്നത്. ഒരു 10-11 ഫാമിലീസ് കൂടിയിട്ട് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. സോ വെരി എക്സൈറ്റഡ് ഫോർ ദിസ് ട്രിപ്പ് ടോ, ബിക്കോസ് എല്ലാവരും ഉണ്ട്. അപ്പോൾ ഭയങ്കര കളിയും ചിരിയും തമാശയും എല്ലാം ആയിരിക്കും. സോ ഐ റിയലി ഹോപ്പ് 2025 ഇസ് ഗ്രേറ്റ് ഫോർ എവ്രി വൺ. കഴിഞ്ഞ കൊല്ലം അച്ചീവ് ചെയ്യാൻ പറ്റാത്തതെല്ലാം 2025 അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും. ആൻഡ് ഓൺ ദാറ്റ് നോട്ട് ലെറ്റ് സ്റ്റാർട്ട്. നമ്മളിപ്പോൾ തന്നെ ലേറ്റ് ആയിട്ടില്ല കേട്ടോ, ഞാൻ സ്ഥിരം പറഞ്ഞ പോലെ ലേറ്റ് ആയിട്ടില്ല. നമ്മളിപ്പോൾ തന്നെ കറക്റ്റ് ടൈമിലാണ്. 9 o'clock ഇറങ്ങുന്നു പറഞ്ഞു. 9:30 ആവാറായിട്ടുണ്ട്. പക്ഷെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും കൂടി എണീറ്റും ഒരുങ്ങിയൊക്കെ വരാൻ ഇത്തിരി സമയമെടുത്തു. അപ്പം നമ്മൾ എന്തായാലും ഇപ്പം ഇറങ്ങുവാണ്. നമ്മളുടെ കൂടെ റോണി റീമ വരുന്നുണ്ട്, പിന്നെ കീറ്റോവും വരുന്നുണ്ട്, കിഷോറേട്ടനും വരുന്നുണ്ട്. സോ നമുക്ക് എല്ലാവർക്കും കൂടി പോവാം. ഞാൻ പോകുന്ന വഴിയിലുള്ള എല്ലാ കാഴ്ചകളും, പിന്നെ അവിടെ ചെന്നിട്ടുള്ള എല്ലാ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ജസ്റ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ അങ്ങനെ പോകും. അപ്പൊ വൈഷു ഇവിടെ ലഗേജ് ഒക്കെ എടുത്തിട്ട് ലിഫ്റ്റിന് അവിടേക്ക് വെക്കുകയാണ് കേട്ടോ. അതിനിടയ്ക്ക് ഇതേ 2 മുട്ട അമ്മച്ചി ഇവിടെ ഇരിപ്പുണ്ട്. ഇല്ല, ഞാനിവിടെ വന്നോണ്ട് പുള്ളിക്കാരി അങ്ങോട്ട് പോയതാണ്. ഭയങ്കര ധൈര്യമാണ് ഇപ്പോൾ, എന്നെ കാണുമ്പോൾ ഓടാറൊന്നുമില്ല. അപ്പുറത്ത് കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ട് ഭയങ്കര ഒച്ചയാണ് കേട്ടോ. അപ്പൊ ഇവളിവിടെ അടയിരിക്കട്ടെ, നമുക്ക് പോയിട്ട് വരാം. ഇതാണ് നമ്മുടെ ന്യൂ ഇയേഴ്സിന്റെ കേക്ക്. ഇത് കട്ട് ചെയ്യാൻ കൊണ്ടുപോകണം നമുക്കിനി. അങ്ങനെ ഞങ്ങളുടെ കൂടെ വരുന്ന ടീംസിനെയൊക്കെ പെറുക്കി എടുത്തിട്ട് നമ്മളിത് യാത്ര തുടങ്ങുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളിവിടെ ക്ലോസ് ആയിട്ട് ഒരു 11-12 ഫാമിലീസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി രാവിലെ 8 മണിക്ക് മീറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നായിരുന്നു പ്ലാൻ. അപ്പോൾ നമ്മളെല്ലാവരും ഒരു സ്ഥലത്ത് മീറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. 8 o'clock മാറി 9 o'clock ആയി. ബിക്കോസ് കുട്ടികളുള്ളവർക്കൊക്കെ കുട്ടികളെ ഒരുക്കിയിട്ട് വേണമല്ലോ റെഡി ആവാൻ. അപ്പോൾ ഒരു ടൈം എടുക്കില്ലേ. അപ്പോൾ അതും കഴിഞ്ഞ് ഒരു 9:30 ആയി ഞങ്ങൾ വരാൻ. അപ്പോഴും അങ്ങനെ ആരും എത്തിയിട്ടില്ല. അപ്പോൾ ഇനി നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ലേറ്റ് ആവുന്നുള്ളതുകൊണ്ട് നമ്മൾ ആദ്യം ഇറങ്ങി. Get me my motor puffs. It's aloo banna. This is just now. No, the motte puffs will take another half an hour. Half an hour? Yeah, everybody, I think Koreans here motas. I think they are not given the motte so far. No, motor puffs. എനിക്കറിയായിരുന്നു പുള്ളി പോയാൽ വിജയശ്രീ ലാളിതനായിട്ടേ വരുള്ളൂ എന്ന്. ഞങ്ങളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല കേട്ടോ. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല വിശപ്പ്. അതാണ് മുട്ട പഫ്സ് അടിച്ചത്. നമ്മളുടെ വീട്ടിൽ നിന്ന് ഒരു 1.5 hours ഡ്രൈവ് ആണ് കേട്ടോ ഈ ഒരു റിസോർട്ടിലേക്ക്. ബാംഗ്ലൂരിനടുത്തുള്ള ചണാപട്ടണ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ ഒരു റിസോർട്ട് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ ഇതേ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളവർ മെല്ലെ വരട്ടെ, നമുക്കൊന്ന് റിസോർട്ട് ചുറ്റിക്കറങ്ങിയിട്ട് വരാം. സോ അതാണ് നമ്മൾ നിൽക്കാൻ പോണ ക്യാബിൻസ്. അവിടെയുണ്ട്. നമ്മൾ ജസ്റ്റ് എത്തിയുള്ളൂ. അപ്പോൾ ഒന്ന് പ്രോപ്പർട്ടി ഒന്ന് നടന്ന് കാണാം. ഇല്ലടാ, പ്രോപ്പർട്ടി ഒന്ന് നടന്ന് കാണാം. എന്നിട്ട് നമുക്ക് ഇല്ല, ഐ എം വർക്കിംഗ് ഓൾറെഡി. സോ ഇവർ സാധനങ്ങളൊക്കെ അൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും കൊച്ചും ആമ്പിള്ളേരെ അവിടെ ആക്കിയിട്ട് നമ്മളൊരു പ്രോപ്പർട്ടി ടൂറിന് ഇറങ്ങിയിരിക്കുകയാണ്. കൊള്ളാട്ടോ, നല്ല സ്ഥലം, പുതിയ പ്രോപ്പർട്ടിയാണിത്. ഈ എൻറ്റയർ പ്രോപ്പർട്ടി ഇന്ന് നമ്മളിങ്ങനെ എടുത്തിരിക്കുകയാണ്. ബിക്കോസ് ഇത്രയും ഫാമിലീസ് ഉള്ളതുകൊണ്ട് എത്ര 11-12 കോട്ടേജസ് നമുക്ക് തന്നെ വേണ്ടേ. അപ്പോൾ ഫുള്ള് നമ്മളെടുത്തു. അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ ഇതെന്താ ഏറുമാടം പോലത്തെ സാധനം. അവിടെ കിടിലം പൂള് കേട്ടോ, നല്ല പൂള്. ഇത് അവിടെ എന്തൊക്കെയോ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടോ, ഉണ്ടോ റോപ്പ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളുടെ ക്യാബിൻസ് ഇതാണ്, കോട്ടേജസ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഈ സ്ഥലം അത്യാവശ്യം സ്ഥലം ഉണ്ട് അല്ലേ. അപ്പോൾ 2 rooms 3 rooms അങ്ങനെയല്ല കേട്ടോ. ഇവിടെ ചില കോട്ടേജസിലൊക്കെ 6 ഷെയറിംഗ് ആണ്, ചിലത് 8 ഷെയറിംഗ് ആണ്. വലിയ ഫാമിലീസിന്, 2 ഫാമിലീസിന് കമ്പൈൻഡ് ആയിട്ടൊക്കെ വന്ന് നിൽക്കാൻ. പിന്നെ ചിലതൊക്കെ 4 ഷെയറിംഗ് ഉണ്ട്, 2 ഷെയറിംഗ് ഉണ്ട്. സോ അങ്ങനെ പല കാറ്റഗറീസ് ആണ്. സോ ഇതാണ്. Where? This one, no? The climbing thing, right? Activities ഒക്കെ ഉണ്ട്. റൂം തുറന്നിട്ടുണ്ടോ? എവിടെ? ഇതാരുടെ അപ്പോ?
എല്ലാരും വന്നുകൊണ്ടിരിക്കുന്നു ഓരോരുത്തരും. അങ്ങനെ നമ്മളിത് എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. ദ പാർട്ടി ഈസ് അബൌട്ട് ടു സ്റ്റാർട്ട്. ആദ്യത്തെ കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലഞ്ച് കഴിക്കാൻ പോവാം. കാരണം എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. പിന്നെ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുമ്പോഴത്തേക്കും കലപിലയായിരിക്കും. വിഷയങ്ങൾക്ക് ഒരു പഞ്ഞും ഉണ്ടാവില്ല. ഇവർ വന്ന പാടെ ഫ്രിസ്ബി കളിക്കാൻ കൂടിയിട്ടുണ്ട് എല്ലാവരും കൂടി. അതടിച്ച് വെള്ളത്തിലിട്ടു. അതെടുക്കാനുള്ള തത്രപ്പാടിലാണ്. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യോ? അപ്പോ ഇടാനുള്ള ഞങ്ങള് വലിച്ചിട്. ഞാൻ നിന്നിട്ട് വല്ല കാര്യമുണ്ട്. അതുകൊണ്ട് നമ്മളിത് ലഞ്ച് കഴിക്കാൻ ഇരിക്കുകയാണ്. പക്ഷെ ഒന്നും കിട്ടിയില്ലല്ലോ. ഒന്നും കിട്ടിയില്ല. ഹലോ വരണ്ടല്ലോ. രസമുണ്ടടാ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ലഞ്ച് കഴിക്കാൻ ഇരിക്കുകയാണ് കേട്ടോ. ലഞ്ച് ഇതുവരെ സെർവ് ചെയ്തിട്ടില്ല. 1 മണിയായി. ഇത്തിരി ലേറ്റ് ആയി പോയി അവര്. അപ്പോൾ ഇതൊരു ബുഫേ സിസ്റ്റമാണ് കേട്ടോ. അവർ ഫുഡൊക്കെ ആ ഒരു കാണുന്ന ടേബിളിൽ കൊണ്ട് വെക്കും. നമുക്ക് എന്ത് വേണമെങ്കിലും എത്ര വേണമെങ്കിലും എടുത്ത് കഴിക്കാം. എടോ തന്റെ കൊച്ചിനെ കൂടെ എങ്ങോട്ട് പോണോ ഫെമി? കൊച്ചെയറിലായി ഇത്. വിശപ്പ് കാരണം വ്ളോഗ് എടുക്കുന്ന കാര്യം ഞാൻ ചെറുതായിട്ടൊന്നും മറന്നു. എന്തായാലും ഇതൊക്കെയായിരുന്നു സെർവ് ചെയ്തിരുന്നത്. നോൺ വെജ് ചിക്കൻ, ഫിഷ് ഒക്കെ ഉണ്ടായിരുന്നു. റോട്ടി റൈസും ഉണ്ടായിരുന്നു. നല്ലൊരു ലഞ്ച് കഴിഞ്ഞിട്ട് നല്ല ഹെവി ആയിരുന്നു കേട്ടോ. നല്ലോണം കഴിച്ചു. കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. ആകെ ഒരു ഹാഫ് മുട്ട പഫ്സ് കഴിച്ചതേ ഉള്ളൂ. സോ അതൊക്കെ കഴിച്ചാൽ പിന്നെ ലഞ്ചൊക്കെ കഴിച്ച് നമ്മളിത് കുറച്ച് നേരം എല്ലാവരും കൂടി ഒന്ന് റിലാക്സ് ചെയ്യാൻ പോയിരിക്കുകയാണ്. റൂമിലൊന്ന് ഫ്രഷനപ്പ് ചെയ്ത് കുറച്ച് നേരം കിടന്ന്. കാരണം കണ്ടില്ലേ നല്ല വെയിലാണ്. പൂളിൽ ഇറങ്ങാനൊന്നും പറ്റില്ല. കാരണം ഭയങ്കര വെയിലാണ്. സോ കുറച്ച് നേരം എല്ലാവരും റിലാക്സ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. സോ അതിനു വേണ്ടി പോവാണ്. നട്ടപ്പൊരി വെയിൽ ഹേ. എന്തോ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പം ചെയ്യുമോ? വാട്ടർ പോളോ കളിക്കണം കുറച്ച് കഴിയുമ്പോൾ. അവൻ എടുക്കണ്ടോ അത്? അച്ചോടാ. നമ്മളുടെ ഈ ഒരു ഗ്രൂപ്പിലെ ഏറ്റവും കുഞ്ഞു കുട്ടിയാണ് കേട്ടോ നീൽ. അവനെ കൊണ്ട് വൈഷു പെട്ടി എടുപ്പിച്ച് പണി എടുപ്പിക്കാൻ നോക്കുന്ന സീനാണ് കാണുന്നത്. ലഗേജ് ഒക്കെ എടുത്തിട്ട് വരിക. അതാ പണിയെടുക്കോ. ആടാ നമ്മള് കണക്റ്റഡാന്ന് തോന്നുന്നു. ഹായ് ആമേഷ്. ബാ ദിസ് ഇസ് അവർ റൂം. നമുക്കൊരു റൂം ടൂർ എടുക്കാം. ഇതാണ് നമ്മളുടെ റൂം കേട്ടോ. ഇതാണ് നമുക്കൊരു ഡോം പോലെയാണ്. 6 പേർക്ക് കിടക്കാൻ പറ്റുന്ന ബെഡുകളാണ്. നമ്മുടെ ലഗേജ് ഒക്കെ ഇവിടെ കൊണ്ട് വെച്ചു ഓൾറെഡി. 6 people ക്യാൻ ബി അക്കോമഡേറ്റഡ് അല്ലേ? പിന്നെ ഇവിടെ എന്താണ് ആമേഷ്? വാഷ്റൂമാ? യാ കറക്റ്റ്. ആൻഡ് ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ വാഷ്റൂം എന്ത് ചെയ്തേ? വാഷ്റൂം 2 വാഷ്റൂംസ് ഉണ്ട്. ബിക്കോസ് 6 പേരുണ്ടല്ലോ. ബേസിക് ഒരു വാഷ്റൂം. അവിടെ എന്താണ് തുറക്കും അത്? നമ്മുടെ കണക്റ്റഡാണോ റൂം? ആ ഇത് വാഷ്റൂം അല്ലേ ആമി? ബിക്കോസ് 6 പേരുണ്ടല്ലോ. അപ്പൊ 2 വാഷ്റൂം ആണ്. നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ലാന്ന് തോന്നി. ഇവിടെ ഇവര് കളി തുടങ്ങിയോ? ചെറുതായിട്ട്. വോളിബോൾ കളിക്കും. റൂം കാണാൻ വന്ന ടീംസ് ഒക്കെ അവിടെ നൈസായിട്ട് ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ കിടപ്പായി. ഇയാളിന് എത്ര പ്രാവശ്യം കളിയാക്കൂടാ? താൻ പറഞ്ഞല്ലേ ദാറ്റ് ഈസ് അൺയൂഷ്വൽ. പ്രസ്റ്റീജിൽ എല്ലാവർക്കും അറിയണ്ടല്ലോ. മറ്റൊരു ഹണിബിയോ? ഓ നൈസ്. ബോയ്സ് ഇവിടെ ക്രിക്കറ്റ് കളി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിങ്ങനെ ന്യൂ ഇയറിന് എല്ലാവരും കൂടി പോയപ്പോഴത്തേക്കും അത് വേറൊരു റിസോർട്ടിലായിരുന്നു കേട്ടോ. അവിടെ നമ്മളെല്ലാവരും കൂടിയിട്ട് ക്രിക്കറ്റൊക്കെ കളിച്ചിരുന്നു. അടിപൊളിയായിരുന്നു അത്. പക്ഷെ ഇപ്രാവശ്യം എന്തോ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ഷീണം കൊണ്ടാണെന്ന് തോന്നുന്നു ഞങ്ങളെ നൈസായിട്ട് അവർ ഒഴിവാക്കി. ഞങ്ങളെ കൂട്ടോ? ഇല്ലെന്ന് പറഞ്ഞടാ. റിജക്ട് ചെയ്തു നമ്മളെ. ഒരു ഷോട്ട്. ഇത്ര നേരവും നല്ല വെയിലായിരുന്നു കേട്ടോ. വെയിൽ ഒന്ന് താണപ്പോഴത്തേക്കും നമ്മൾ എല്ലാവരും കൂടി പൂളിൽ ചാടിയിട്ടുണ്ട്. എല്ലാവരും വെച്ചാൽ ഞങ്ങൾ കുറച്ച് പേര്.
old mango. Oh, next year, Thailand may you're not celebrating your 14th birthday, Maga. Maga, just by going to the gym in the evening when... നിനക്ക് വെച്ചിട്ടുണ്ട് ഞാൻ ഇതിനുള്ള മറുപടി. വൈകുന്നേരം ജിമ്മിൽ പോവാം. ഫുള്ള് കൊച്ചു പിള്ളേർ, ഭയങ്കര വൻ മസിലൊക്കെ ഉള്ള. ഞാൻ മിഷൻ വെച്ചു, മിഷൻ ഈ സമയത്ത് പോകുന്നത്. ഞങ്ങള് കുറച്ച് ക്ലാസ്സിലുള്ള ആൾക്കാർ ഈ സമയത്ത്. അപ്പൊ അവൻ എന്റെ അടുത്ത് ചോദിക്കുക മിഷൻ എന്താ അവിടെ? എല്ലാ പ്രാവശ്യവും വൈഷുവിന് പൂള് കാണുമ്പോഴാണ് ഓർമ്മ വരാ അയ്യോ സ്വിമ്മിങ് പഠിക്കണമല്ലോ എന്ന്. എന്നിട്ട് അപ്പോഴാണ് എൻ്റെ അടുത്ത് സ്വിമ്മിങ് പഠിപ്പിക്കാൻ പറയുക. മുടങ്ങാണ്ട് പുള്ളിയാനെ മുക്കിക്കൊല്ലാൻ നോക്കാറുണ്ട് ആ സമയങ്ങളിൽ. ഇപ്പോൾ അങ്ങനെ ഒരു അറ്റംപ്റ്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വെള്ളത്തിൽ കിടന്ന് തിമിർത്താടുമ്പോഴാണ് കോഫി ടീ വന്ന വിവരം ഞങ്ങൾ അറിയുന്നത്. നേരെ കരയിലേക്ക് വന്നു, ഒരു കോഫി തരാൻ അഭ്യർത്ഥിച്ചു. ഒരു കോഫി കിട്ടിയിട്ടുണ്ട്. നല്ല സുഖമാണ് കേട്ടോ. ഇങ്ങനെ പൂളിൽ കിടന്ന് കോഫിയായി കുടിച്ച് കരയിലുള്ളവർക്ക് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മൾ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് പാനിപൂരിയും കൂടി ഉണ്ടെന്ന് ഈവനിങ് സ്നാക്കിൻ്റെ കൂടെ. അപ്പോൾ എന്തായാലും പൂളിൽ കിടന്നാൽ നടക്കില്ല. അപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് റോണി എനിക്ക് പാനിപൂരി സെർവ് ചെയ്യാണ്. റെയിൻ ഡാൻസ് തുടങ്ങാൻ പോവാണ്. നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. യെസ്, ലെറ്റ്സ് ഗോ. ബൈ ദ ബൈ, ആ തുള്ളി പോകുന്നത് ആരാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, അത് ഞാനാണ്. എനിക്ക് ഇമാതിരി സാധനങ്ങളെ കാണുമ്പോഴത്തേക്കും ഭയങ്കര തുള്ളലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റെയിൻ ഡാൻസ് ആണെങ്കിലും എവിടെ കിടന്ന് തുള്ളാനുള്ള പരിപാടി ആണെങ്കിലും ഞാൻ അവിടെ ഉണ്ടാവും. അങ്ങനെ എല്ലാവരുടെയും കൂടെ ഞാൻ കുറേ തുള്ളി കളിച്ചു. കുട്ടികളൊക്കെ ഫുൾ ഓൺ ഫയർ ആയിരുന്നു കേട്ടോ. ചേട്ടന്മാരും കുട്ടികളൊക്കെ ഫുൾ ഓൺ ഫയർ ആയിരുന്നു. നമ്മൾ അവിടെ കുറേ നേരം തുള്ളി കളിച്ചു. അവസാനം നമ്മുടെ തുള്ളൽ നിർത്തില്ല, അവർ നിർത്തിയിട്ട് പോകണം എന്ന് ഓർത്തിട്ട് അവർ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പാട്ട് നിർത്തി. അപ്പോൾ നമ്മളെല്ലാവരും തിരിച്ചു പോയി. വൈകിട്ടായപ്പോഴത്തേക്കും നമ്മൾ എല്ലാരും ഫ്രഷനപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ കാര്യപരിപാടികളിലേക്ക് കടക്കാൻ കൊണ്ടുവയ്ക്കണ കുട്ടീനെ അതൊരു പ്രശ്നമാണ്. അപ്പൊ ഇപ്പൊ സീക്രട്ട് സാന്റ നടക്കാൻ പോവാണ്. മമ്മാസ് ആർ ഓൾസോ റെഡി. ഓൾ മമ്മാസ് ആർ ഓൾസോ റെഡി. ഇത് നമ്മൾ എല്ലാ കൊല്ലവും നടത്തുന്ന ഒരു റിച്വലാണ് കേട്ടോ. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. സീക്രട്ട് സാന്റ റിവീലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി സെപ്പറേറ്റ് നടക്കും, നമ്മുടെ വലിയവർക്ക് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് നടക്കും. കുട്ടികൾക്ക് തീരെ പൊടിപ്പിള്ളേരായതുകൊണ്ട് അങ്ങനെ ടാസ്ക് ഒന്നും കൊടുക്കാറില്ല കേട്ടോ. കാരണം അവർക്ക് ചെയ്യാൻ പറ്റുമോ ബുദ്ധിമുട്ടാവുമോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ ഇപ്രാവശ്യം കുട്ടിപ്പെട്ടാളം ഞങ്ങൾ ഞെട്ടിച്ചില്ലേ. കാരണം കുട്ടിപ്പെട്ടാളം പറഞ്ഞു ഞങ്ങൾക്കും ടാസ്ക് തരണം, ഞങ്ങളും ടാസ്ക് ചെയ്തോളാം. അങ്ങനെ കുട്ടികളുടെ സീക്രട്ട് സാന്റ റിവീൽ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളൊരു ബ്രേക്ക് എടുത്ത് പിന്നെ ഒരു ടോസ്റ്റ് ഒക്കെ ചെയ്തു കേട്ടോ. ഹെൽത്ത്, വെൽത്ത്, ഫാമിലി, ഫ്രണ്ട്ഷിപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. Cheers. 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 Health, happiness. നമ്മൾക്ക് ഈ പാക്കേജിന്റെ ഭാഗമായിട്ട് ബാർബിക്യൂ ഉണ്ട് കേട്ടോ, ചിക്കൻ ആൻഡ് ഫിഷ്. അപ്പൊ അതിന്റെ പ്രിപ്പറേഷനിലാണ് ഈ പുള്ളി. മനീഷേട്ടന്റെ ടാസ്ക് നടക്കാൻ പോവാണ്. സാന്റയുടെ സീക്രട്ട് സാന്റ ടാസ്ക് നടക്കാൻ പോവാണ്. മനീഷേട്ടനാണ് ഇവിടെ ഹീറോയിൻ. ഏതാ പാട്ടെന്ന് കേട്ടോ നമ്മൾ ഞെട്ടും. റോണി പ്രാക്ടീസ് ചെയ്തിട്ട് വന്നേക്കണേ തോന്നുന്നുണ്ട്. ഇതായിരുന്നു മനീഷേട്ടന്റെ സാന്റ മനീഷേട്ടന് കൊടുത്ത ടാസ്ക് കേട്ടോ. ആജിക്ക് രാത്രി ഡാൻസ് കളിക്കാൻ പറഞ്ഞിട്ട് പുള്ളി ഭയങ്കര സ്പോർട്ടീവ് ആയിട്ട് അത് കളിച്ചങ്ങോട്ട് കാണിച്ചു. ഇതാ നമ്മളുടെ ബാർബിക്യൂ നല്ല മുരിഞ്ഞോണ്ടിരിക്കണു. Amazing task, Aishwarya. I was like surprised when she did that. I said we will be there for moral support. She said no, I'll do it. അപ്പോൾ നമ്മളുടെ സീക്രട്ട് സാന്റ റിവീലാണ് കേട്ടോ നടക്കണേ. നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ടാസ്ക് നമ്മൾ ഏതാ ചെയ്തതെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ സാന്റ ആരായിരിക്കും ഗസ് ചെയ്യുക. Okay. And the secret Santa. Okay. What was your task? My task was pole dance. With your white seals, right? Yeah, but you broke something. വൈഷുവിന്റെ ടാസ്ക് നല്ല അടിപൊളി ടാസ്ക് ആയിരുന്നു കേട്ടോ. പോൾ ഡാൻസ് ചെയ്യുക എൻ്റെ ഹീൽസ് ഇട്ടിട്ട്. പക്ഷെ എൻ്റെ ഹീൽസ് കൊള്ളാത്തതുകൊണ്ട് കുഞ്ഞിതായതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട് ആസ്തയുടെ ഹീൽസ് ഇട്ടിട്ടാ ചെയ്തത്. എന്നിട്ട് വൈഷു അത് പൊട്ടിക്കുകയോ ചെയ്തു കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ടാസ്ക് ആയതുകൊണ്ട് വൈഷുവിന് ഉറപ്പായിരുന്നു ഒന്നെങ്കിൽ വിജയചേട്ടനായിരിക്കും അല്ലെങ്കിൽ അരുൺ ചേട്ടനായിരിക്കും. പക്ഷെ നമ്മൾ ഞെട്ടി. Okay. Mishi is standing for everyone. I know. Maga!
മകനെ നൈസ് നൈസ് മക. അല്ല അവൻ പറ്റിച്ചോണോ അത്. ഗുഡ് വൺ മക. Your heels would only have broken. I would have asked you. അയ്യോടാ. ഭയങ്കര കിഡ്ലൻ ടാസ്കുകളായിരുന്നു ഇപ്രാവശ്യം സീക്രട്ട് സാന്റയ്ക്ക് എല്ലാവരും കൊടുത്തിട്ടുണ്ടായത്. റോണിയുടെ പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 നോൺ മലയാളി വിമന്റെ അടുത്ത് പോയിട്ട് സിഗ്നേച്ചർ മേടിക്കുക എന്നുള്ളതായിരുന്നു. യു ഗോട്ട് മീ. പക്ഷെ ഞാനല്ല. എന്റെ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ബലൂണിൽ 3 ഡിഫറെന്റ് കളർ വെള്ളം നിറച്ചിട്ട് ഐസ് വെള്ളം നിറച്ചിട്ട് തലേന്റെ മുകളിൽ ബേസ്റ്റ് ചെയ്തിട്ട് എനിക്ക് വട്ടാണ് ഡാൻസ് കളിക്കുക എന്നുള്ളതായിരുന്നു. Any guess? Yeah. Hey, now you coming? Hey, now Sandy, only one guess is allowed because they know already. Hey, that is. Sendil has already given. Hey, hello. Achu irikku. Achu sit down. എന്റെ സാന്റ പറയണോ ഞാൻ ചെയ്ത ടാസ്ക് തീരെ ശരിയായില്ല എന്ന്. നിങ്ങൾ കണ്ടിട്ട് പറ ശരിയായോ ഇല്ലേ എന്നിട്ടോ. ഇപ്പൊ വിജയചേട്ടൻ പറഞ്ഞ ചെറുതായിട്ട് ഞാനൊന്ന് എഗ്രി ചെയ്യും. ബിക്കോസ് ഈ ഗിഫ്റ്റിന് വേണ്ടിയിട്ടുള്ള പണി ഞാൻ എടുത്തിട്ടില്ല ആക്ച്വലി. പക്ഷെ ഈ ഗിഫ്റ്റ് ഒരു 1.5 ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ശരിക്കും ഞെട്ടി. എന്താന്ന് ഞാൻ കാണിച്ചു തരാട്ടോ. ഈ ഒരു ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ മാത്രമല്ല എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു ഞെട്ടിട്ടോ. അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഡെഫിനറ്റ്ലി സ്റ്റേ ട്യൂൺഡ്. ഞാൻ ലാസ്റ്റ് ഇതിന്റെ റിവീല് ചെയ്യുന്നുണ്ട്. മിഷി എന്നോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഞാനാണ് സാന്റ, നല്ല ഡൗട്ട് ഉണ്ടെന്ന്. ഞാനാണെങ്കിൽ പിടിച്ചു നിൽക്കുമായിരുന്നു, ഒരു ക്ലൂവും കൊടുക്കാണ്ട്. അവസാനം റിവീൽ ചെയ്തിട്ടുണ്ട് ഇവിടെ. നല്ലൊരു പണിയാണ് ഞാൻ മിഷിക്ക് കൊടുത്തത് ചെയ്യാൻ സീക്രട്ട് സാന്റ ടാസ്കിന്. Sweet, take the gift, sweet. കിഷോറേട്ടനാണ് സീക്രട്ട് സാന്റ ഓർഗനൈസ് ചെയ്തത്. അപ്പൊ പുള്ളിക്ക് നമ്മൾ എല്ലാരും കൂടി ഒരു ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ. On this endeavor to make sure all of us are healthy. ലാസ്റ്റ് ഗിഫ്റ്റ് വന്നിട്ട് റോണിക്കാണ് കേട്ടോ. ബിക്കോസ് റോണിയാണ് നമ്മളെ എല്ലാവരും ഹെൽത്തി ആക്കാനുള്ള ഒരു 1 സ്റ്റെപ്പ് ഫോർവേഡ് എന്നുള്ള രീതിയിൽ 10,000 സ്റ്റെപ്പ് ചാലഞ്ച് ഒക്കെ ചെയ്യിക്കുന്നത്. അപ്പൊ പുള്ളിക്കും ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ. To cook food on a metal bar. Grill. Oh. To become bigger. Grow. A color between black and white. Gray. A building where you can grow plants. Opposite of bride. Groom.
a unit of weight. സീക്രട്ട് സാന്റ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഗെയിംസിലേക്ക് കയറിയിട്ടോ. ആസ്ത കുറേ ഫൺ ആയിട്ടുള്ള ഗെയിംസ് കൊണ്ടുവന്നിരുന്നു. കേട്ടില്ലേ നിങ്ങൾ? നല്ല രസമല്ലേ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ആലോചിച്ച് ആൻസർ ചെയ്യാൻ. ഇത് ഗേൾസ് വേഴ്സസ് ബോയ്സ് ആയിരുന്നു കേട്ടോ. Dubai representative Satya. Chapak, chapak, chapak. Okay. Ask ഞങ്ങൾ പോയെന്ന്, അതായത് 31 ഡിസംബറിന് എൽസോന്റെയും അനിത്തേട്ടന്റെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ. അപ്പോൾ അനിത്തേട്ടൻ ഷിപ്പിലാണ്, പുള്ളി ഇവിടെ ഇല്ല. അപ്പൊ നമ്മൾ എൽസോ ആയിട്ട് കേക്ക് കട്ട് ചെയ്തു. മാത്രം. I want that. I want this. അങ്ങനെ 12 o'clock ആയിരിക്കുകയാണ്. ന്യൂ ഇയറിനെ നമ്മൾ വെൽക്കം ചെയ്തു. ഞങ്ങളൊരു ട്രഡീഷനാണ് കേട്ടോ. ഞാൻ വൈഷുവിനെ, വൈഷു എന്നെയാണ് കേട്ടോ ആദ്യം വിഷ് ചെയ്യാറ്. ആ ന്യൂ ഇയർ വിഷ് ഇത്തിരി ഓവറായി പോയോ? ആ കിടക്കട്ടെ, ന്യൂ ഇയർ ഒക്കെ അല്ലേ. Have a lovely year. You too. Happy New Year. Hey, Arun Cheta, Happy New Year. Happy New Year. Happy New Year. Happy New Year. Arun Cheta, Happy New Year. Okay, no more fighting. Oh, this is vlog, huh? Oh! Happy New Year. Let's continue to fight. Ayyo, Haruma, Happy New Year. Say Happy New Year. Ramsa. Happy New Year. Happy New Year. Thank you. അച്ഛനെ വിഷ് ചെയ്തോ ഞാൻ? God bless. Happy New Year. ആരാണ്? യോ. Dio എവിടെ? Dio. ആമിക്കുട്ട, Happy New Year. Happy New Year. Happy New Year. നമ്മൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്തു. ന്യൂ ഇയറിനെ വെൽക്കം ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും വിഷ് യു എ വെരി വെരി ഗ്രേറ്റ് ന്യൂ ഇയർ. സോ അടിച്ചു പൊളിക്കുക ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഇയർ അഹെഡ്. എന്താണ് ന്യൂ ഇയർ ഒക്കെ ആയിട്ട് പരിപാടി? പിന്നെ നമ്മൾ നമ്മളുടെ ക്ലോസ് ഫ്രണ്ട്സിനെയൊക്കെ വീഡിയോ കോൾ ചെയ്ത് വിഷ് ഒക്കെ ചെയ്തു കേട്ടോ. അഞ്ജുവേച്ചി അഖിലേട്ടനോടാണ് വൈഷ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ബോൺഫയർ തുടങ്ങാൻ സമയമായി. അപ്പം നമ്മൾ എല്ലാവരും കൂടി അങ്ങോട്ട് ചെന്നു. തീയൊക്കെ കൂട്ടി ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും കൂടി തീയിന് ചുറ്റും നിന്ന് ഫോട്ടോ എടുപ്പും വർത്താനം ഒക്കെ ആയിരുന്നു. ഡാൻസ് കളിക്കാൻ തുള്ളി തുള്ളി നിൽക്കുകയാണ് എല്ലാവരും. അത്യാവശ്യം തണുപ്പുണ്ടായിട്ടോ, അതുകൊണ്ട് ഈ ചൂട് വന്നപ്പോഴത്തേക്കും ഒരു ആശ്വാസമായി. ഈ ഒരു ന്യൂ ഇയറിൽ ഞാൻ റിയലൈസ് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ഓൾ ദ പീപ്പിൾ ഐ ഹാവ് ഇൻ മൈ ലൈഫ് റൈറ്റ് നൗ. അത് ആ ഒരു അപ്രിസിയേഷൻ, ആ ഒരു ഗ്രേറ്റ്ഫുൾനെസ് കുറച്ചുകൂടി കാണിക്കണം, കുറച്ചൊരു എക്സ്പ്രസീവ് ആവുക എന്നുള്ളത് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. നോട്ട് ദാറ്റ് ഐ ഹവ് ബിൻ അൺഗ്രേറ്റ്ഫുൾ, പക്ഷെ എന്നാലും ഇച്ചിരി എക്സ്പ്രസീവ് ആവാം, ഇച്ചിരി അപ്രിഷിയേറ്റ് ചെയ്യാം ആൾക്കാരെ, കുറച്ചുകൂടി ഇച്ചിരി ഗ്രേറ്റ്ഫുൾ ആവാം, അങ്ങനെയൊക്കെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. ആൻഡ് വി ഹാഡ് സൂപ്പർ ഡൂപ്പർ ഫൺ. ഇവരൊരു 7 മണി തൊട്ട് തുള്ളാൻ തുടങ്ങിയതാണ് കേട്ടോ. ഇതുവരെ അവരുടെ തുള്ളലും നിന്നിട്ടില്ല. ഞങ്ങൾ എല്ലാവരും ഒരു 12 മണി 1 മണി വരെ ആ ബോൺഫയറിന് ചുറ്റും ഡാൻസ് കളിച്ച് തകർക്കുമായിരുന്നു. ഞാൻ ആരാ? ഞാൻ എന്താന്നോ? രാത്രി 3 മണി അല്ലെങ്കിൽ പുലർച്ചെ 3 മണിക്കുള്ള സീനാണ് കേട്ടോ ഇത്. ഞങ്ങളിരുന്ന് രംഷരാജ് കളിക്കുമായിരുന്നു, വേറെ ഒരു പണിയില്ലാത്തതുകൊണ്ട്. വലിയ കാര്യം പോലെ ഉപദ്രവം, ശല്യം, ശല്യം, മടുത്തു. ദൈവമേ, ദൈവമേ.
Because I turned to this. I was taking a video. Vikramaditya. How many words? How many letters? Vidhi. Vidhi. Vidhi Vidata. അങ്ങനെ സമയം 4 മണി ആവാറായപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും സൈഡായി. ഗൈസ് ഗുഡ് മോർണിംഗ് ആൻഡ് എ വെരി ഹാപ്പി ന്യൂ ഇയർ. സോ എന്താണ് രാവിലെയാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അതേ കുട്ടിയുണ്ട് എൻ്റെ കൂടെ. കുട്ടി ഒരു ഹായ് പറയൂ. ഹായ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. എടാ എങ്ങടാ പോണേ? എങ്ങടാ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു 11 ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ലഞ്ച് കഴിക്കാൻ ഒരു സ്ഥലം വരെ പോകണം. പൂജാരീസ് ഫിഷ് ലാൻഡ് ഏകദേശം മൈസൂറിനടുത്താണ്. പക്ഷേ ഇടയ്ക്ക് വെച്ച് ഈ ഒരു പ്ലാൻ ചേഞ്ച് ആയിട്ടോ. നമ്മൾ എന്നിട്ട് വേറൊരു റെസ്റ്റോറൻറ്റിലാണ് കഴിക്കാൻ പോയത്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ. അതായത് നേരെ വീട്ടിലേക്ക്. ഈ വ്ളോഗ് ഇത്തിരി ലോങ് ആണ് എന്ന് എനിക്കറിയാം. നമ്മൾക്ക് എന്താ പറയുക, എന്നെ സഹിക്കുക അത്ര തന്നെ, വേറെ കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാം. യെസ്, നമ്മളിതേ ബ്രേക്ക്ഫാസ്റ്റിലിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ നേരെ റൂമിലേക്ക് പോയി. കാരണം പാക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇറങ്ങണം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ട് കുറച്ച് പാക്കൊക്കെ ചെയ്തു കേട്ടോ. വൈഷു ആണ് യൂഷ്വലി പാക്ക് ചെയ്യാറ്. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം വൈഷു തന്നെ കൊടുത്തു. ഞാൻ ഇവിടെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ചെക്ക് ഔട്ട് ചെയ്യാണ്. ഇത് എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്യാണ്. എടാ എല്ലാം ആയില്ലേ റോൺസ്? ഓൾമോസ്റ്റ്. നീലോ നിങ്ങളൊന്ന് അനങ്ങാണ്ട് നിൽക്കോ? അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ ഒപ്പിച്ചു. എല്ലാവരുമായിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. ഹായ്, വിഷ് ഹാപ്പി ന്യൂ ഇയർ. Wish you happy new year. Wish you happy new year. Happy new year. Happy new year. ഹലോ മിക്സ്, ഹാപ്പി ന്യൂ ഇയർ. പോവാം, ഇറങ്ങല്ലേ? ബയോ ലെറ്റ്സ് ഗോ. എന്റെ ഗിഫ്റ്റ് വന്ന പോലെ തന്നെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വീശേട്ടന്റെ കാല് പിടിച്ച് വീശേട്ടൻ എഗ്രി ചെയ്തിരിക്കുകയാണ്. ഒരു കുഴപ്പമില്ലാണ്ട് എത്തിക്കൂന്ന് അല്ലേ? അതെ, വെറുതെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അവിടെ നിന്ന് വന്നാൽ മതിയായിരുന്നു വീശേട്ടാ. നോക്ക് കിട്ടുമെന്ന്. പുല്ലിക്ക് ഇടാം കൂടെ. എന്ത് പുളിയോ? നോട്ടെന്ന് നെല്ലിക്ക. എന്നത് നെല്ലിക്ക കിട്ടുമോ? പക്ഷേ ഇപ്പൊ എല്ലാരും ദേ പോവാ ഒരുങ്ങാണ്. നമ്മൾ ലഞ്ചിന് മീറ്റ് ചെയ്യുന്നതാണ്. അവിടെ എന്തായാലും അരിസ്റ്റ് വിളിച്ച് പറയുന്നുണ്ട്. നമ്മള് 1.5 മണിക്കൂറില് വീട്ടിലേക്കല്ല, സൂഫി മന്തിയിലേക്കല്ലേ? നമ്മൾ വീണ്ടും മൊട്ട പഫ്സ് സ്റ്റോപ്പ് എടുത്തിരിക്കുകയാണ്. കീറ്റോ പോയിട്ട് നമുക്ക് മൊട്ട പഫ്സ് ചലോ ലെറ്റ്സ് ഗോ സൂഫി മന്തി. നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി സൂഫി മന്തി വന്നിരിക്കുകയാണ്. ഭയങ്കര വെയിൽ കേട്ടോ. സമയം 4 മണി ആവാറായി, 3:30 ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മളുടെ ഓൾറെഡി ബാക്കിയുള്ളവരെത്തി. നമുക്ക് അങ്ങോട്ട് ചെന്ന് ലഞ്ചൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോവാം. ഭയങ്കര തിരക്കാണെന്നാണ് കേട്ടത്. പക്ഷെ നമുക്ക് നോക്കാം. നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവരും ഭയങ്കര തിരക്കാണ് കേട്ടോ. നമ്മൾ 2-3 പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല കിഡിലൻ ഫുഡ് സ്പോട്ടാണ്. കോഴി അറ്റാക്ക്. നമ്മൾ എത്ര പേരായി ടേബിളില്? ബാക്കി ഇവരൊക്കെ കൂടി. ആദ്യം നമ്മൾ പറഞ്ഞത് സ്റ്റാർട്ടേഴ്സ് ആയിട്ട് ഒരു ഹണി ഗ്ലേസ് ചില്ലി ചിക്കൻ ആണ്. എന്താണ് ഒരു അൽഫാം രൂപത്തിൽ. ലേറ്റ് ആയിട്ടാണ് കേട്ടോ എത്തിയത്. അപ്പൊ നേരത്തെ വന്നവർ ഓൾറെഡി നമുക്ക് വേണ്ടിയുള്ള സീറ്റും പിടിച്ചു, നമുക്ക് വേണ്ടിയുള്ള ഫുഡും ഓർഡർ ചെയ്തിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാണ്ട് പെട്ടെന്ന് സാധനങ്ങളൊക്കെ കഴിക്കാൻ കിട്ടുന്നുണ്ടായിരുന്നു. കാരണം നല്ല തിരക്കുണ്ട് ഇവിടെ, കുറേ പേര് വെയിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോ ചിക്കൻ മന്തിയൊക്കെ കഴിച്ച് കുറച്ച് സ്റ്റാർട്ടേഴ്സ്, ഒരു ചീസി ചിക്കൻ മലായി കബാബൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡെസേർട്സിലേക്ക് കടന്നു. മക്കളെ, കുനാഫയും അലിയാണ് ഓർഡർ ചെയ്തത്. എൻ്റെ ദൈവമേ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു എന്നറിയോ ഈ ഒരു കുനാഫയ്ക്ക്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ അതെല്ലാം എല്ലാ സൈഡിൽ നിന്നും എല്ലാവരും കൂടി അറ്റാക്ക് ചെയ്ത് നമ്മൾ മെല്ലെ തീർക്കുവാണ് കേട്ടോ.
കുനാഫ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡെസേർട്ട് നമ്മൾ ഓർഡർ ചെയ്തത് അലിയാണ്. ഇതും നല്ല ടേസ്റ്റ് ആയിരുന്നു, ലൈറ്റ് മധുരമൊക്കെ ആയിട്ട്. അങ്ങനെ ഇതെല്ലാം കഴിച്ച് എൻ്റെ ഒരു ലൈം സോഡയെ ഞാൻ പാർസൽ ചെയ്ത് നമ്മൾ ഇറങ്ങി. വീടെത്തിയിരിക്കുകയാണ് നമ്മള്. She told my script in front of everybody and she said I need another script by end of tonight. ആരും തുള്ളണില്ല. ഒരു തുള്ളൽ തരോ മനീഷേട്ടാ? അങ്ങനെ എല്ലാവർക്കും വീണ്ടും ഒരു ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞ് എല്ലാവരോടും ബായൊക്കെ പറഞ്ഞ് നമ്മൾ എല്ലാവരും അവരവരുടേതായിട്ടുള്ള വീടുകളിൽ പോവുകയാണ്. അപ്പോൾ ഇനി സന്ധിക്കും വരേക്കും വണക്കം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മളിതേ വീടെത്തി. ഇനി നമ്മളുടെ ഈ ഒരു ഗ്രാൻഡ് സർപ്രൈസിൻ്റെ റിവീലാണ് കേട്ടോ. സ്പെഷ്യൽ റിക്വസ്റ്റ് നമ്മൾ തുറക്കുക. വെരി എക്സൈറ്റഡ്. കാരണം ഇത് കുറെ ഞാനാ പാക്ക് ചെയ്തത്. ഈ ഒരു ഗിഫ്റ്റിനെ കുറിച്ച് പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ. എൻ്റെ സീക്രട്ട് സാന്റ ഗിഫ്റ്റായിട്ട് വിജുശേട്ടൻ എനിക്ക് വേണ്ടി ചെയ്യിച്ച ഒരു ആർട്ട് വർക്കാണ്. എൻ്റെ ഇൻസ്റ്റയിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് എൻ്റെയും വൈശ്വരൻ്റെയും കൂടെയുള്ള അതാണ് ത്രെഡ് വർക്കിൽ ചെയ്യിപ്പിച്ച് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നത്. ഇതാണ് എനിക്ക് കുറേ നാളായിട്ട് റിസീവ് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് എന്ന് അൺഡൗട്ടഡ്ലി പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ആൾക്കാർ എനിക്ക് വേണ്ടി ഇപ്പം എന്താണ് ഇങ്ങനെ ഒരു എഫേർട്ട് എടുത്ത് ഭയങ്കര പേഴ്സണലൈസ്ഡ് ആയിട്ടൊരു കാര്യം തന്നു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും സ്പെഷ്യലായിട്ട് തോന്നുന്ന ആ ഒരു കാര്യമാണ് കേട്ടോ. ഇത് എനിക്കറിയാം വീശേട്ടൻ എന്തോ ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ടാവും ചെയ്യിച്ചെടുക്കാന്ന്. ഇത് ത്രെഡ് ആയിട്ടാണോ? അത് അൽക്കാണെങ്കിൽ ഞാൻ ഞെട്ടും കേട്ടോ. ഞാൻ ശരിക്കും ഞെട്ടും. നോക്കട്ടെ. It's us. ഓ വാവ്. പോലീസാണ്. വീട്ടിലും ത്രെഡ് ആർട്ട്. And I truly am happy and thankful to him because ഇങ്ങനെ ഒരു thoughtful gift തന്നതിന് വീശേട്ടാ നിങ്ങൾക്ക് 1000 നന്ദി. സോ ഇത് കാണിക്കാണ്ടും പറയാണ്ടും പോയിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ഇത് പറയണേ. സോ ദിസ് ഇസ് മൈ വണ്ടർഫുൾ ഗിഫ്റ്റ്. ഇതിനി ഞാൻ എൻ്റെ ബെഡിൻ്റെ മുകളിൽ കൊണ്ട് തൂക്കാന്നാണ് പ്ലാൻ. അത് തൂക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ എല്ലാവർക്കും വീണ്ടും ഒരു ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ന്യൂ ഇയർ 2025 നേർന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മേ ഓൾ യുവർ വിഷസ് ആൻഡ് ഡ്രീംസ് കം ട്രൂ. കഴിഞ്ഞ കൊല്ലം നടക്കാണ്ട് പോയ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഇക്കൊല്ലം അടിപൊളിയായിട്ട് സാധിക്കട്ടെ. ഐ ബിലീവ് വി വിൽ ക്യാച്ച് അപ്പ് വെരി സൂൺ. ഇനിയും കുറേ വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതാണ്. കീപ് സപ്പോർട്ടിങ്, കീപ് ലവിങ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു ആൻ അമേസിങ് 2025. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.